മൃദുല വിജയിന്റെ സഹോദരിയും അഭിനേത്രിയുമായ പാർവതി വിജയ് പ്രേക്ഷകർക്ക് പരിചിതമാണ്. കുടുംബവിളക്കിൽ ശീതൾ എന്ന കഥാപാത്രത്തെയായിരുന്നു പാർവതി അവതരിപ്പിച്ചിരുന്നത്. ഈ പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ക്യാമറാമാനായ അരുണുമായി പ്രണയത്തിലായത്. ഒളിച്ചോടി വിവാഹിതരാവുകയായിരുന്നു ഇരുവരും. പിന്നീട് അങ്ങോട്ടുള്ള വിശേഷങ്ങളെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഇരുവരും വേർപിരിയലിന്റെ വക്കിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു അടുത്തിടെ പ്രചരിച്ചത്. യൂട്യൂബ് ചാനലിലൂടെയായി പാർവതിയും മറുപടി നൽകിയിരുന്നു. നിങ്ങൾ ഒന്നിച്ചല്ലേ, വീഡിയോകളിലൊന്നും അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ എന്നായിരുന്നു ചോദ്യം. ഞങ്ങൾ ഡിവോഴ്സായി, പിരിഞ്ഞാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒപ്പമായാണ് ഞാനും മോളും താമസിക്കുന്നതെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു. പാർവൺ ലൈഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അധികം വൈകാതെ തന്നെ അത് മാറ്റും. ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് എല്ലാവരും ചോദിക്കും. അത് തികച്ചും വ്യക്തിപരമാണ്. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു. ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞുള്ള വീഡിയോ വൈറലായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോസിറ്റീവായും നെഗറ്റീവുമായുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു. തന്നെക്കുറിച്ച് വളരെ മോശമായി വാർത്ത നൽകിയവർക്ക് മറുപടിയും പാർവതി നൽകിയിരുന്നു. എൻ്റെ വീഡിയോ വെച്ച് കുറേ പേർ വീഡിയോ ചെയ്ത് കണ്ടു. സപ്പോർട്ട് ചെയ്തവരോടെല്ലാം നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം വീഡിയോ ചെയ്യാൻ എന്ന് ഞാൻ അവരോട് മറുപടിയായി നൽകിയിരുന്നു. എന്നാൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ വരെയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ വേദനാജനകമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊക്കെ ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോയിലൂടെ ഇതേക്കുറിച്ച് പറയുന്നത്. അച്ഛനും അമ്മയും എന്തുകൊണ്ട് ഡിവോഴ്സായി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് വേണം എൻ്റെ മകൻ അറിയാൻ. അല്ലാതെ ന്യൂസോ വീഡിയോ കണ്ടിട്ട് അറിയണ്ട. എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് പുറത്ത് പറയാനും ഉദ്ദേശിക്കുന്നില്ല. 21ാമത്തെ വയസ്സിലാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ആ സമയം എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക്, അങ്ങനെയേ ഞാൻ അതിനെ കാണുന്നുള്ളൂ എന്നും പാർവതി വ്യക്തമാക്കി. കൂടാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വാർത്തയാക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. പറയാത്ത കാര്യങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കരുതെന്നായിരുന്നു പാർവതി പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം.